Hello SSLC students. ഈ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ 5 മാർക്ക് ഉറപ്പായി കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടീഡ്. എല്ലാ വർഷവും നിങ്ങളുടെ ഇംഗ്ലീഷ് ഫൈനൽ എക്സാമിലും ടേം എക്സാമിലും മോഡൽ എക്സാമിലും ചോദിക്കുന്ന സ്ഥിരമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺവെർസേഷൻ അഥവാ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നിങ്ങളോട് രണ്ടാൾക്കാർ തമ്മിലുള്ള ഡയലോഗ് അല്ലെങ്കിൽ കോൺവെർസേഷൻ പറയും, ആൻഡ് അവസാനം ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് തരും, അല്ലെങ്കിൽ ഒരു ഫുൾ ഡയലോഗ് നിങ്ങളോട് ഫിൽ ചെയ്യാൻ പറയും. വിശ്വാസമാകുന്നില്ലേ? എന്നാൽ ഞാൻ കാണിച്ചുതരാം. എല്ലാ വർഷവും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചുതരാം, എന്നിട്ട് അതെങ്ങനെ ആൻസർ ചെയ്യുന്ന ഞാൻ മൊത്തം വീഡിയോയിൽ കാണിച്ചുതരാം. അപ്പം അവസാനം വരെ കാണണം. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2023 മോഡലിന് ചോദിച്ചാണ് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. കണ്ടോ, ഇവിടെ നമ്മളോട് കോൺവെർസേഷൻ വന്നിട്ടുണ്ട്, ഫിൽ ചെയ്യണം ബ്ലാങ്ക്സ്. ചിലപ്പോൾ ഫുൾ ലൈൻ ഫിൽ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് കുറച്ച് ഭാഗങ്ങൾ മാത്രം. ഓക്കെ, അതിന് ആൻസർ ഒക്കെ ഉണ്ട്. പിന്നെ 2022 ചോദിച്ചിട്ടുണ്ട്, 2022 ടേം 2 ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് വർഷം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ ഓക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ സംഭവം പഠിക്കാമെന്നും എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിന് 5 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ഈ വീഡിയോ എന്താണെങ്കിലും കാണുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ലൈവൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ വേണമെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന് PDF നോട്ട്സൊക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് അൽസാർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കിവിടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഒരു കോൺവെർസേഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നടന്നിരിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കഥയിൽ 2 ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ സംഭാഷണം ഫിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുകയാണ് വളരെ സിമ്പിളായിട്ട് വാങ്ങിക്കേൻ്റെ ഗ്രാൻഡ് പേരൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അലക്സ് സാറും അലൻ സാറും തമ്മിലുള്ള സംഭാഷണം. ഓക്കെ, അങ്ങനെ ഏത് വേണം ഡയലോഗാവും. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആ ക്യാരക്ടർ സംസാരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരെ പറ്റിയിട്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത കഥയെ പറ്റിയിട്ടും ആയിരിക്കില്ല, നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് അറിയുന്ന, ഫോർ എക്സാമ്പിൾ അഡിച്ചീൻ്റെ കഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർത്തേൻ്റെ കഥ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇത് ചിലപ്പോൾ ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം, അല്ലെങ്കിൽ ചിലവർ തമ്മിലുള്ള കാഷ്വൽ ടോക്ക് ആവാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം, എന്ത് വേണമായിക്കോട്ടെ നമ്മളത് ആൻസർ ചെയ്യും. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ടാഗ്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്? ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കിയേ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് യു ആർ ഹാപ്പി. എന്താണ് യു ആർ ഹാപ്പി? ഇതെന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരാൾ ചോദിക്കുക, എടാ നിനക്ക് ട്രിപ്പൊക്കെ ഇഷ്ടമായി ലേന്ന് ചോദിക്കില്ലേ? ഇല്ലേ? അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ മലയാളികൾ എപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഫുഡ് അടിപൊളിയായിരുന്നോ? ഇല്ലേ? ഫുഡ് അടിപൊളിയായിരുന്നോ? ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് ചോദിക്കുക, ഇല്ലേ? അതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതേപോലെ യു ആർ ഹാപ്പി, നിനക്ക് സന്തോഷമാണ് അല്ലേ? ആറിൻറ്റ് യു ഇതിനെ വിളിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അവസാനം ഇങ്ങനെ ഒരു ടാഗായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും. ഓക്കെ, അതാണ് നിനക്ക് പനിയാണ് അല്ലേ? നിനക്ക് സുഖമാണ് അല്ലേ? അല്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ലേ എന്നുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ ടാഗിന് ഒരു പ്രത്യേക റൂളുണ്ട്. ഞാൻ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് യു ആർ ഹാപ്പി, നീ സന്തോഷമാണ്, അതെന്താണ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഞാൻ ഹാപ്പീനെ പറ്റിയല്ല പറയുന്നത്, ഞാൻ സെൻറ്റൻസിൽ നീ ഒരു കാര്യമാണെന്നാണ് പറയുന്നത് അല്ലേ. ഒരു കാര്യമാണ്, യു ആർ ഹാപ്പി, അവിടെ എന്താണ് പോസിറ്റീവാണ്. നോക്കിയാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇയാൾ പോസിറ്റീവാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ടാഗ് നേരെ തിരിച്ച് നെഗറ്റീവ്. ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവാണ്. അപ്പോൾ നോക്കിയേ, ഞാൻ വേറെ സ്റ്റേറ്റ്മെൻറ്റ് ഇടാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയാൻ നോക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തരാം നിങ്ങൾക്ക്. യു ഡിഡിൻ ഫെയിൽ, നീ ഫെയിൽ ആയിട്ടില്ല. യു ഡിഡിൻ ഫെയിൽ. ഓക്കെ, നീ ഫെയിൽ ആയിട്ടില്ല. പക്ഷേ നമുക്കൊരു സംശയമുണ്ട് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഡിഡിൻ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താണ് ഡിഡ് യു നോക്കും. ഓക്കെ, ഡിഡ് യു, നീ പൊട്ടിയോ ഇങ്ങനെ വിഷമിച്ച് ചോദിക്കില്ല, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഇയാൾ നെഗറ്റീവും, പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും. മനസ്സിലായി? ചെറിയ ഐഡിയ കിട്ടിയപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക. ആരെ വിളിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള എല്ലാ കാര്യം നമുക്ക് ഓരോ റൂളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നെഗറ്റീവാണ്, ആദ്യം പറയാൻ നെഗറ്റീവാണ്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നോക്കിയേ, ഷീ ഈസ് എ ഡോക്ടർ, ഇവിടെ എന്താണ് ഇത് പോസിറ്റീവ് അല്ലേ? നോക്കിയാൽ എപ്പോഴും ഓപ്പോസിറ്റാണ്, ഇയാൾ പോസിറ്റീവ്. നോക്കിയാൽ ഇയാൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണ് നോക്കിയാൽ ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആണ് അല്ലയോ?
അല്ലയോ അവൾ. അപ്പോൾ നോക്കിയാൽ ഇസിൻറ്റ് ഷീ. അപ്പോൾ എന്താണ് അത് നെഗറ്റീവ്. അതേപോലെ നോക്കിയാൽ യെസ്റ്റർഡേ വാസ് സോ മച്ച് ഫൺ. ഇന്നലെ ഭയങ്കര രസമായിരുന്നു. വാസിൻറ്റ് ഇറ്റ്. അപ്പോൾ വാസ് ആയിരുന്നു വേർബ് അവിടുത്തെ, വാസിൻറ്റ് ഇറ്റ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഹി ഓ ഷി അല്ലല്ലേ, അവൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇന്നലെ എന്നല്ല പറഞ്ഞത്. യെസ്റ്റർഡേ വാസ് സോ മച്ച് ഫൺ. അപ്പം വാസിൻറ്റ് ഇറ്റ് വരിക. ഇവിടെ ഷീ ഇസ് അല്ലേ, ഷീ ഇസ് എ ഡോക്ടർ. അപ്പം എന്താണ് ഇസിൻറ്റ് ഷീ. ഇസിൻറ്റ് ഇറ്റ് അല്ല, ഷീ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ കൂടെ നോക്കാം. ഇഫ് ദർ ഇസ് എൻ ഓക്സിലറി വേർബ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്കെ, അപ്പോൾ ഡു, വാസ്, ഇസ് എന്നൊക്കെ വരുമ്പോൾ എന്താണ് വി നീഡ് ടു യൂസ് ഇറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നോക്കിയേ, ഐ ഡോണ്ട് നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക് ടുഡേ. ഇന്ന് ഞാൻ ഈ വർക്ക് തീർക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ എന്താണ് ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡു നോട്ട് ആണ്. അപ്പോൾ നമ്മളെന്താ ഡു ഐ, ഞാൻ തീർക്കണമല്ലോ. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ പോസിറ്റീവ് ഇതാ വരും കേട്ടോ. ജെയിംസ് എന്ന് പറയുമ്പോൾ ഒരു ആണാണ്. അപ്പോൾ ജെയിംസ് ഇസ് വർക്കിംഗ് ഓൺ ദാറ്റ്. ഇസിൻറ്റ് ഹീ. ഓക്കെ, ഇറ്റ് വാസ് റെയിനിങ് ദാറ്റ് ഡേ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, വാസിൻറ്റ് ഇറ്റ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ നോക്കിയേ. ഐ ആം എന്ന് പറയുമ്പോൾ എന്താണ് ഐ ആം നെവർ ഓൺ ടൈം. ഓക്കെ, ഇവിടെ ഈ നെവർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഐ ആം നോട്ട് എന്നൊന്നും കാണുന്നില്ല അല്ലേ. ഈ നെവർ എന്ന് പറഞ്ഞ വാക്ക് വന്ന് അപ്പം തന്നെ എന്താണ് അത് നെഗറ്റീവായി. ഇയാളെന്താ നെഗറ്റീവ് ആക്കി. ഓക്കെ, ഐ ആം നെവർ, ഞാൻ ഒരിക്കലും ടൈമിലല്ല. അപ്പോൾ എന്താണ് ഇയാൾ നെഗറ്റീവ് ആയതുകൊണ്ട് ആം ഐ. ഓക്കെ, പോസിറ്റീവായിട്ട് ആം നോട്ട് ആയി എന്ന് പറയില്ല, ആറൻറ്റ് ആയി എന്നാട്ടെ വരിക. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ വേറെ തന്നെ വരും. നോക്കിയേ, ഐ ആം ഗോയിങ് ടു ഗെറ്റ് എൻ ഇമെയിൽ വിത്ത് ദ ഡീറ്റെയിൽസ്. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇമെയിൽ അല്ലേ, എനിക്ക് ഇൻഫർമേഷൻ കിട്ടൂല ഇമെയിൽ വഴി. അപ്പോൾ നോക്കിയേ ഐ ആം. അപ്പോൾ എന്താണ് ആം ഐ നോട്ട് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സാർ ഇവിടെ ആം ഐ ആണല്ലോ, അപ്പോൾ ആം ഐ നോട്ട് ഇല്ല, ആം നോട്ട് ഐ ഒന്നുമില്ല. എന്താണ് ആറൻറ്റ് ഐ. അതൊരു എക്സെപ്ഷൻ കേട്ടോ. അപ്പോൾ കുറച്ച് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വേറെ നോക്കിയേ, ഈ റൂളൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വായിക്കാൻ. ഞാൻ എക്സാമ്പിൾസ് പറയാം. ജെനി ഈറ്റ്സ് ചീസ്. അവിടെ എന്താണെന്നും പറയുന്നില്ല. ജെനി ഡസ് ഈറ്റ് ചീസ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ് ഡസൻ ഷീ. ഐ സെഡ് ദാറ്റ് ഓൾറെഡി, ഡിഡിൻറ്റ് ഐ. സെഡ് നോട്ട് ഐ എന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഡിഡിൻറ്റ് ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സിമ്പിൾ എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇങ്ങനെ എക്സെപ്ഷൻ റൂൾസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നിങ്ങളുടെ എക്സാമിന് വരുന്ന എപ്പോഴും സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുകയാണ് കമൻറ്റിൽ ആൻസറും ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് വെച്ച് തുടങ്ങാം. യു ആർ കമ്മിങ്. ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ കുറച്ച് കളേഴ്സ് എടുത്ത് വെക്കുകയാണ്. ആൻസർ റെഡ് നെഗറ്റീവിന്, പോസിറ്റീവിൻ്റെ ആൻസർ നമുക്ക് എന്താണ് ഓറഞ്ച് എഴുതാം. ഇതെന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ നെഗറ്റീവ് വരും അല്ലേ. യു ആർ കമ്മിങ്, നീ വരുന്നുണ്ട്. അപ്പം നോക്കിയേ, അതിന് നെഗറ്റീവായിട്ട് പറയുമ്പോൾ എന്താണ് ആറിൻറ്റ് യു. ആറ് നോട്ട് യു തന്നെയല്ലേ നമ്മുടെ മെയിൻ ആൾ അല്ലേ. യു ആർ കമ്മിങ്, ആറിൻറ്റ് യു, അല്ലാണ്ട് ആറിൻറ്റ് അവളല്ല. ഓക്കെ, അപ്പോൾ ആറിൻറ്റ് യു ഇങ്ങനെയാണ് ഫിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയാൽ ആറിൻറ്റ് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് ഫിനിഷ്ഡ്. ഓക്കെ, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പം വി ഹാവ് ഫിനിഷ്ഡ്. ഹാവ് ആണ് അവിടുത്തെ ഓക്സിലറി വെർബ് അല്ലേ. അപ്പം എന്താ ഹാവ് നോട്ട്, ഹാവിൻറ്റ്. ആരാണ് ഹാവിൻറ്റ് യു, ഹാവിൻറ്റ് ഹൈ ആണ് അല്ല, ക്വസ്റ്റ്യനിൽ വി ആണ്. അപ്പം എന്താണ് ഹാവിൻറ്റ് വി. ഓക്കെ, അതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡു ലൈക്ക് കോഫി. നിനക്ക് കോഫി ശരിക്കും ഇഷ്ടമല്ലേ, നിനക്ക് ശരിക്കും ഇഷ്ടമാണ്. അപ്പം യു ഡു ലൈക്ക് കോഫി. ഓക്കെ, അപ്പോൾ ഡു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആളെ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ എന്താണ് ഡു നോട്ട്. അപ്പോൾ ഡോണ്ട് യു. ഡോണ്ട് ആരാണ്, ഡോണ്ട് യു. ഓക്കെ, ഡോണ്ട് യു. ഓക്കെ, അതും കിട്ടിയല്ലോ, സിമ്പിൾ. ദേ വിൽ ഹെൽപ്പ്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അവർ സഹായിക്കും. അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അപ്പോൾ എന്താണ് വിൽ നോട്ട് ദേ എന്ന് വരില്ല കേട്ടോ. വിൽ നോട്ട് ദേ എന്നുള്ള സാധനം നോക്കിയാൽ വിൽ നോട്ട് ദേ ഇല്ല കേട്ടോ. വിൽ നോട്ട് എന്നുള്ള സാധനം വരും നമ്മൾ എന്ത് ചെയ്യും, വോണ്ട് നാക്കും കേട്ടോ. വോണ്ട് ദേ. ഓക്കെ, വിൽ നോട്ട് ദേ എന്ന് എഴുതില്ല, വോണ്ട് ദേ നാക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ആൻസർ നോക്കിയാൽ വോണ്ട്, വിൽ നോട്ട് എന്ന് ഉപയോഗിക്കാറില്ല. നെക്സ്റ്റ് നോക്കിയാൽ അലക്സ് ഇസ് ദെയർ. അലക്സ് അവിടെ ഉണ്ട് അല്ലയോ. അപ്പോൾ നോക്കിയാൽ അലക്സ് അവിടെ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് അലക്സ് ഇസ് ദെയർ. ഇസിൻറ്റ്, നമുക്ക് അലക്സ് എന്ന് പറഞ്ഞ പേര് ചിലപ്പം മെയിലും ഫീമെയിലും പൊതുവെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ മെയിൻ നമുക്ക് ഇസിൻറ്റ് ഹീ എന്നാക്കാം. ഇസിൻറ്റ് അലക്സ്. അപ്പം എന്താ ഇസ് ആണ് പോസിറ്റീവ്. അപ്പോൾ ഇസ് നോട്ട് അലക്സ് എന്ന് ചോദിക്കാം, അല്ല ഇസ് നോട്ട് ഹീ എന്നാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇസിൻറ്റ് ഹീ. ഇനി നമുക്ക് എന്താണ് ഇറ്റ് ഇസിൻറ്റ് റെയിനിങ്. ഇതെന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് റെയിനിങ്. മഴ പെയ്യുന്നില്ലല്ലോ, പെയ്യുന്നുണ്ടോ. അപ്പം എന്താണ് ഇസ് ഇറ്റ് വരും കേട്ടോ. ഇസ് ഇറ്റ് ആരാണ്, ഇസ് നോട്ട് ഇറ്റ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അതിൻ്റെ ആൻസർ കണ്ടു. നെക്സ്റ്റ് വി ഹാവ് നെവർ. നോക്കിയേ, ഈ നെവർ വന്നതുകൊണ്ട് തന്നെ എന്താണ് ഇത് നെഗറ്റീവായിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വി ഹാവ് നെവർ സീൻ ദാറ്റ് പോസിറ്റീവ്. അല്ല, നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ നോക്കിയേ, നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്താ ഹാവ് വി. ഹാവ് വി നോക്കിയേ, ഹാവ് വി. അപ്പോൾ നോക്കിയാൽ അത് എഴുതിക്കോ, ഹാവ് വി. ഓക്കെ, അത് സിമ്പിളായിട്ട് കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഡിൻ സ്റ്റഡി. നീ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചോ? അപ്പോൾ എന്താണ് ഡിഡിൻ്റ് അല്ലേ. ഡിഡിൻ്റ് എന്ന് പറയുമ്പോൾ ഡിഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് എന്താണ് ഡിഡ്. ആരാണ് നിന്നെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഡിഡ് യു. ഓക്കെ, ഡിഡ് യു. അത് മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ കുറച്ചുകൂടി ഇതാ. യു വോണ്ട് ബി ലേറ്റ്. നീ ലേറ്റ് ആവൂലല്ലോ. നോക്കിയേ, വോണ്ട് എപ്പോഴാണ് വരിക? വോണ്ടിന് നമ്മൾ പറഞ്ഞു വിൽ നോട്ട് അല്ലേ. വിൽ നോട്ട്, അതിൻ്റെ പോസിറ്റീവ് എന്താണ് മക്കളെ? അപ്പോൾ വിൽ യു. നീ ലേറ്റ് ആവൂലല്ലോ. നീ ലേറ്റ് ആവൂല. ആവുമോ? അങ്ങനെ ചോദിക്കുന്നു. ഓക്കെ, അതും കിട്ടിയല്ലോ. ഹീ ഇസിൻറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷ് സംസാരിക്കും നമ്മൾ. ഹീ ഇസിൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന പോലെ ഹീ ഇസിൻറ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒറിജിൻ ഉദ്ദേശിക്കുന്നത്. ഹീ ഇസിൻറ്റ് ഇംഗ്ലീഷ്. ഇസ് ഹീ. ഇസ് ഹീ. നോക്കിയേ, ഇസ് നോട്ടിൻ്റെ പോസിറ്റീവ് ആൻഡ് ഹീ അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, അതും കിട്ടിയല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ബാക്കിയുള്ള നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. എല്ലാവരും ഞാൻ പറയുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ അബ്ദുൽ കലാമും ഒരാളും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ ഉള്ളിൻ്റെ വിലനെ പറ്റിയല്ല സംസാരിക്കുക. മെസ്സിയും റൊണാൾഡോനെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കുമ്പോൾ എന്താണ് റോട്ടിൽ ഭയങ്കര കുഴിയും കൊണ്ടുപോകണം സംസാരിക്കുക, അല്ല ഫുട്ബോളിലെ കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചാപ്റ്റേഴ്സിലെ ക്യാരക്ടേഴ്സിനെ അറിഞ്ഞ് അവരെന്തായിരിക്കും സംസാരിക്കുക എന്ന് ഏകദേശം ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഗ്രാൻഡ് ഫാദറും നമ്മുടെ ഗ്രാൻഡ് സണ്ണും എന്താണ് അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻ ട്രീയിൽ അവരെന്താണ് സംസാരിക്കുന്നത്? അവർ നമ്മൾ പൊതുവെ എന്താണ് നമ്മുടെ ആ ഫൈറ്റ് അന്ന് ആ ചാപ്റ്റർ എന്ന ഫൈറ്റിലെ മോങ്കോസും സ്നേക്കിനെ പറ്റിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഡൈനാമിക് ഒക്കെ ഓവർ വലിയ ലൈനൊന്നും ഇവിടെ വരിക, ചെറിയ 4-5 വാക്കൊക്കെ ഡയൻ മതി. പിന്നെ ഒന്ന് വായിച്ചു നോക്കുക സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ മോഡൽ 2023 എന്ന് പറഞ്ഞാൽ എന്താ, ദ നെവർ നെവർനെസ് എന്ന് പറഞ്ഞ 1 ആക്ട് പ്ലേയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചാപ്റ്റർ വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ സൂട്ടബിളി. ഓക്കെ, ഓൺ ജെയിൻ ആണ് വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജാക്കിൻ്റെ വൈഫും ഉണ്ട്. ഓക്കെ, എന്താണ് പറയുന്നത്? യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. നിങ്ങൾ എല്ലാം ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിച്ചു അല്ലയോ? ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുക അല്ലേ. അപ്പം യു ബോട്ട് എവറിത്തിങ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ എന്താണ് യു ബോട്ട് എവറിത്തിങ് ഓൺ. അപ്പോൾ എന്താണ് നിങ്ങൾ വാങ്ങിച്ചു. ഡിഡ് നോട്ട് യു അല്ലേ, യു ഡിഡ്. അവിടെ ഡിഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇടും. നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഡിൻറ്റ് യു എന്ന് കൊടുക്കും. ഓക്കെ, ഡിഡിൻറ്റ് യു ആണല്ലോ വാങ്ങിച്ചത്. അപ്പം ഡിഡിൻറ്റ് യു. ഓക്കെ, ഡിഡ് യു അല്ല ഡിഡിൻറ്റ് യു. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? യെസ്, ബട്ട് ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ലൈൻസ് അങ്ങ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും, ചില ലൈൻസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് എന്താണ് അവർ പറയുന്നത് നോക്കും, അതിൻ്റെ ചോദ്യമാക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കിയേ, ജാക്ക് പറയുന്ന ഉത്തരം ഐ ഏൺ 6 pounds എ വീക്ക്. ഞാൻ ആഴ്ചയിൽ 6 pound നേടുന്നു അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഉള്ളിൻ്റെ വിലയാണോ? അല്ല, ഹൗ മച്ച് ഡു യു ഏൺ. ഓക്കെ, ഹൗ മച്ച് ഡു യു ഏൺ അങ്ങനെയല്ലേ, അത് എത്ര വേണേ വല്ല. ഹൗ മച്ച് ഡു യു ഏൺ എവറി വീക്ക്, ജാക്ക് ആർ യു ഗെറ്റിംഗ് ഇനഫ് മണി, അങ്ങനെ എന്ത് വേണേ ആക്കാം കേട്ടോ. അപ്പം ഹൗ മച്ച് ഡു യു ഏൺ, ഹൗ മച്ച് ഡു യു ഏൺ, ഹൗ മച്ച് മണി ഡു യു മേക്ക് എന്നാക്കാം. ഹൗ മച്ച് മണി ഡു യു മേക്ക്. ഓക്കെ, ഡു യു മേക്ക് ഇങ്ങനെയൊക്കെ ആക്കാം, ഇഷ്ടമുള്ള പോലെ ആക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. ഓക്കെ, അപ്പോൾ അത് സെൻറ്റൻസ് നിങ്ങൾ ഇഷ്ടമുള്ള ആൻസർ അതിന് മാച്ച് ചെയ്യണം. ഓക്കെ, ഹൗ മച്ച് മണി ഡു യു മേക്ക്? ഐ ഏൺ 6 pounds എ വീക്ക്. കറക്റ്റാണ്. ഈ ആൺ ജെയിൻ പിന്നെ ഒരു ചോദ്യം തന്നിരിക്കുകയാണ്, അത് നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ എന്താണ് ഉത്തരം പറയുന്നത്? യെസ്, ഐ എം മാനേജ് ടു പേ. ഐ ക്യാൻ മാനേജ് എന്നായിരിക്കും കേട്ടോ. ഐ ക്യാൻ മാനേജ് ടു പേ. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താണ് ഐ ക്യാൻ ആയിരിക്കും. ഐ എം ഏബിൾ ടു മാനേജ് എന്നായിരിക്കും. എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? ഐ ക്യാൻ മാനേജ് ടു പേ ദ മണി ബാക്ക് വിത്തൗട്ട് എനി ഡ്യൂ. എനിക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും ചോദിക്കുക? വിൽ യു ബി ഏബിൾ ടു പേ ബാക്ക് ദി എമൗണ്ട് അല്ലേ, പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ആൻസറിൽ കൊടുത്തത് നോക്കിയേ, ഹൗ മച്ച് മണി ഡു യു ഏൺ പെർ വീക്ക് നമ്മൾ കണ്ടു. വുഡ് യു ബി ഏബിൾ ടു പേ ബാക്ക് ദ മണി വിത്തൗട്ട് എനി ഡ്യൂ അല്ലേ, ലേറ്റ് ആവാണ്ട് പ്രശ്നമാവാണ്ട് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് എഴുതാം. യെസ്, ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ ആൻസർ പറയില്ല, നിങ്ങൾക്ക് പറ്റൂല. ഇഫ് യു ഫെയിൽ ടു പേ ദ ഇൻസ്റ്റാൾമെൻറ്റ്
എന്താ സംഭവിക്കുക? നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റില്ല, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇഫ് യു ഫെയിൽ ടു പേ ദ ഇൻസ്റ്റാൾമെൻറ്റ്സ് യു വിൽ ഹാവ് ടു റിട്ടേൺ ദി ഐറ്റം ഓർ പേ ദ ഫൈൻ, അല്ലേ? അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പേയേണ്ടി വരും. അത് പറഞ്ഞാൽ മതി. എന്താണ്? ദർ മേ ബി കോൺസിക്വൻസസ് സച്ച് എസ് പെനൽറ്റീസ്, ലേറ്റ് ഫീസ്, ഇങ്ങനെ എന്ത് വേണം എഴുതാം. അല്ലെങ്കിൽ കമ്പനീസ് വിൽ ഇനീഷ്യൽ ലീഗൽ ആക്ഷൻ അഗേൻസ്റ്റ് യു. ഇത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആ സെൻറ്റൻസിനെ ബാധിക്കുന്നു. ഓക്കെ, നിങ്ങളിത് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ലെങ്കിൽ പൈസ പോകുന്നു, അല്ലെങ്കിൽ ഫൈൻ വരുന്നു, എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. അപ്പോൾ 4 മാർക്ക് ഉറപ്പായല്ലോ. ഇവിടെ ആകെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് വന്നുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം ചാപ്റ്റർ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് അറിയാം. പിന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, ആൻസർ കണ്ടിട്ട്. അങ്ങനത്തെ സിമ്പിൾ ചോദ്യം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. PYQ 2022. ഓക്കെ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിൽ ഗ്രാൻഡ് മദറും ബോയും തമ്മിലുള്ള ടോക്കാണ്. ഓക്കെ, യു ഡിഡ് നോട്ട് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. അമ്മമ്മേനോട് ചോദിക്കുക, ബോയ് യു ഡിഡ് നോട്ട് സീ ദ ഫൈറ്റ് ഇൻ ദ ഗാർഡൻ. അമ്മമ്മ കണ്ടില്ല അല്ലേ? അപ്പം നമ്മൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ഇവിടെ ഡിഡ് യു, നമ്മളെന്താണ് ഡിഡ് യു. അപ്പോൾ നമ്മൾ കളർ ഒന്ന് മാറ്റാം. ആൻസറിൻ്റെ ഡിഡ് യു. അമ്മൂമ്മ കണ്ടില്ലല്ലോ ഫൈറ്റ്. കണ്ടൂല. ഓക്കെ, ഡിഡ് യു. നോ ഡിയർ എന്ന് പറഞ്ഞു. നോ ഡിയർ, കണ്ടില്ല. ഓക്കെ, നോ ഡിയർ. പിന്നെന്തോ പറയുന്നു. അപ്പം അടുത്ത ചോദ്യം നോക്കാം. ഐ സോ ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മോംഗൂസ് ആൻഡ് എ കോബ്ര. അപ്പോൾ എന്താണ്? നോ ഡിയർ, ഹൂ ആർ ഫൈറ്റിംഗ് എന്ന് ചോദിക്കുക, അല്ലേ? അമ്മൂമ്മ ചോദിക്കുക, മോനെ കണ്ടില്ല. അപ്പോൾ ആര് തമ്മിലെ ഫൈറ്റ് ഉണ്ടായെന്ന് ചോദിക്കുക, അല്ലേ? അപ്പോൾ കാരണം ഉത്തരത്തിൽ എന്താണ്? ഐ സോ ഫൈറ്റ് ബിറ്റ്വീൻ എ മോംഗൂസ് ആൻഡ് എ കോബ്ര. ഒരു കോബ്രയും മോംഗൂസും തമ്മിൽ നിന്ന് പറയണമെങ്കിൽ ആര് തമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ആര് തമ്മിലൊക്കെ ആയിരിക്കും അടി ഉണ്ടായെന്ന് നടക്കണം, അല്ലെങ്കിൽ ആരായിരുന്നു ഗാർഡനിൽ ചോദിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്താണ്? വാട്ട് ഡിഡ് യു സീ? ഓക്കെ, നോ ഡിയർ, വാട്ട് ഡിഡ് യു സീ? എന്താ കണ്ടത്, അല്ലെ? ആര് തമ്മിലായിരുന്നു ഫൈറ്റ് എന്ന് ചോദിക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ എന്താണ്? വാട്ട് ഡിഡ് യു സീ, വാട്ട് ഡിഡ് യു സീ, അല്ലേ? ഹൂ വെർ ഫൈറ്റിംഗ്, അല്ലേ? അങ്ങനെ ചെയ്യാം. ഇനി എന്താണ്? ഐ സോ ഫൈറ്റ് ബിറ്റ്വീൻ ദ മോംഗൂസ് ആൻഡ് ദ കോബ്ര. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രാൻഡ് മദർ ചോദിക്കുക, എന്തോ ചോദിക്കുക, നമുക്കറിയില്ല. അടുത്ത ആൻസർ നോക്കാം. ദ കോബ്ര വാസ് കിൽഡ്. അപ്പോൾ എന്താണ് നമുക്ക് ചോദിക്കുന്നത്? വാസ് ദ കോബ്ര കിൽഡ്? ഡിഡ് ദ മോംഗൂസ് കിൽ ദ കോബ്ര എന്ന് ചോദ്യം വരും. അപ്പം മോൻ പറയും യെസ് ദ കോബ്ര വാസ് കിൽഡ്. കോബ്രനെ എന്താണ് കൊന്നു? ആര്? ഇത്. ഓക്കെ, ഇഫ് ദ മോംഗൂസ് ഹാഡ് നോട്ട് കിൽ ദ കോബ്ര. അമ്മൂമ്മ പറയാ കോബ്രേനെ മോംഗൂസ് കൊന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഡാഷ് എന്താ പ്രശ്നമാവാന്ന് പറയും. എന്തായിരിക്കും സംഭവിക്കുക? ആൻസർ നോക്കാം. ദ മോംഗൂസ് ഡിഡ് ഇറ്റ് ഫോർ അസ്. മോംഗൂസ് നമുക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇഫ് ദ മോംഗൂസ് ഹാഡ് നോട്ട് കിൽ ദ കോബ്ര, ദ കോബ്ര വുഡ് അറ്റാക്ക് അസ്, അല്ലേ? കോബ്ര നമ്മൾ അറ്റാക്ക് ചെയ്യും. ദ കോബ്ര വുഡ് കിൽ അസ്. ദ കോബ്ര കുഡ് ഹാവ് അറ്റാക്ക്ഡ് അസ്. കോബ്ര കുഡ് ഹാവ് ബീൻ ഡേഞ്ചറസ്. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണ്? വാട്ട് വിൽ വി ഡു, അല്ലേ? വാട്ട് വിൽ വി ഡു എന്ന് പറയാം. അത് എന്ത് വേണേ ആവാം. നിങ്ങൾ പറയുന്ന ഡയലോഗും ആൻസറും എനിക്ക് മാച്ച് ചെയ്താൽ മതി. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം, ഞാൻ ഇതിൻ്റെ നോട്ട്സ് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്യാം. ആൻഡ് ഇതിലെ ഡ്രൈവിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് എന്തിനാണ് ഇത് തരുന്നത്? നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ നോക്കിയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസും ഇതിൽ വന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാത്തിനെയും ഹോംവർക്ക് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എല്ലാ വർഷവും നോക്കി പഠിക്കാൻ പറ്റും. ഇത് പഠിച്ചാൽ തന്നെ എന്താണ് എല്ലാം സെറ്റാവും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഇങ്ങനത്തെ 4-5 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ ഹോംവർക്ക് നിങ്ങളെല്ലാവരും ഇവിടെ വരെ കണ്ടു മനസ്സിലാക്കി ഹോംവർക്കായിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ഇത് നോക്കിക്കോ. ഗ്രാൻഡ് മദറും മാർത്തയും തമ്മിൽ ഓക്കെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ 5 മാർക്ക് ചോദ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്താ ഇത് ആൻസർ ചെയ്യുക. ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻസിൽ അറിയിക്കുക. ഇതാണ് ABCDE 5 ആൻസർ ഉണ്ട്. 5 ആൻസർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് മൊത്തം ഡിസ്ക്രിപ്ഷനിൽ ഡ്രൈവ് ലിങ്ക് ആയിട്ട് ഉണ്ടാവും. അതേപോലെ വാട്സാപ്പിലും സെൻഡ് ചെയ്യും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ. മൊത്തം ക്ലാസ്സസ് ഈ ചാനൽ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക ആൻഡ് ഷെയർ വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ്.